അവസാനമായിട്ട് കുഞ്ഞാലി മരക്കാർ തിരിച്ചടിക്കാൻ പറഞ്ഞു. കുഞ്ഞാലി മരക്കാർ 1600 തോക്കുധാരികൾ ഉപയോഗിച്ച് തിരിച്ചു വെടിവെപ്പ് നടത്തി. ആ വെടിവെപ്പ് ഒരാഴ്ച നീണ്ടു നിന്നു. ആ വെടിവെപ്പിൽ ഇവിടെയുള്ള കെട്ടിടങ്ങളെല്ലാം കത്തി നശിച്ചു. അവസാനം കീഴടങ്ങാൻ തയ്യാറായി. സാമൂതിരി രാജാവിന്റെ മുന്നിൽ കീഴടങ്ങുള്ളൂ, പോർച്ചുഗീസുകാരുടെ മുന്നിൽ കീഴടങ്ങില്ല. കീഴടങ്ങിയാൽ കോട്ടയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കുമെന്ന് ഉറപ്പ് തരണം പറഞ്ഞു. ജീവൻ രക്ഷിക്കാമെന്ന് സാമൂതിരി ഉറപ്പ് കൊടുത്തു. അങ്ങനെ 1600 മാർച്ച് 16-ന് ഇവിടെ വെച്ച് കീഴടങ്ങിയ കുഞ്ഞാലി മരക്കാര ഉടമ്പടിക്ക് വിരുദ്ധമായിട്ട് പോർച്ചുഗീസുകാർ ചങ്ങലയിൽ പിടിച്ചു കഴിഞ്ഞു. 15ഓളം ആനകളെയും 5000 പടയാളികളെ ഉപയോഗിച്ച് കോട്ട ഇടിച്ച് നിരത്തി തകർത്തു. കുഞ്ഞാലിയെ ചങ്ങലയിൽ പിടിച്ചുകെട്ടി ഗോവയിൽ കൊണ്ടുപോയി ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ച് തൂക്കിക്കൊന്നു. തലവെട്ടി ഉപ്പിലിട്ട് കണ്ണൂരിൽ കൊണ്ടുവന്നു. കണ്ണൂരിലെ ചന്തയിൽ മുളയുടെ കുന്തത്തിൽ തല പ്രദർശിപ്പിച്ചു. അപ്പോൾ 4-ാം കുഞ്ഞാലിയെ കൊന്നതോടുകൂടി കോഴിക്കോടിന്റെ നാവിക പാരമ്പര്യവും അവസാനിച്ചു.
ಮನಸಿರೋ ಕುಂಜಾಲಿ ನಮ್ಮವನು, ಮನಸಿರೋ ಕುಂಜಾಲಿ ನಮ್ಮವನು. കുഞ്ഞു കുഞ്ഞാലിക്ക് ഒന്നുറങ്ങേണം, രാരീരം രാരോ രാരീരം രാരോ. ഉമ്മ തൻ നെഞ്ചത്തൊരു ഊയല് വേണം, പാട്ടിൻ്റെ ഈണം കാതിലും വേണം. ചെല്ലക്കാറ്റേ വീശണം നീയും, തന്നന്നം താളത്തിൽ ചാരത്തു വേണം. ഉണ്ണിപ്പൂവേ കൂട്ടിനു വേണം, ചെമ്മുത്തം പൊന്മുത്തം കണ്ണ